അപ്പം നമ്മളെന്താ വിചാരിക്കുക സിനിമയാണെന്നാ, പക്ഷെ അതിലൊരു ഫോൾഡറിൽ സബ് ഫോൾഡർ ഉണ്ടായിരുന്നു, രഹസ്യം എന്ന് പറഞ്ഞു. രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്രട്ട്. അപ്പം അതൊരു 2 മണിക്കൂറിന്റെ ഒരു സിനിമയാണെന്ന് വിചാരിച്ച് തുറന്ന് സിനിമ കാണുന്നു. സിനിമയാണെന്ന് വിചാരിക്കുന്നു, പക്ഷെ അത് ആക്ച്വലി ഒരു മൂവിയല്ല. അപ്പൊ ആ സിനിമയെ പറ്റിയിട്ടാണ് ഇപ്പൊ സാർ പറയാൻ പോകുന്നത്. സംതിങ് വിച്ച് ചേഞ്ച്ഡ് ഹിസ് ലൈഫ്. പിന്നെ സാറിന്റെ ഒരു റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ബിസിനസ് ഫാമിലിയുടെ കൂടെ ഇൻവോൾവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം, വിത്ത് യുവർ ഫാമിലി. അപ്പൊ അതിന്റെ റീസൺസും കാരണങ്ങളുമാണ് ഇനി നമ്മളെ വിശാൽ ഭട്ട് സർ പറയാൻ പോകുന്നത്. So for me, RCM was not just my father's profession. It was a gateway for me to learn new things, to see the world in a very different way. RCM എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ബിസിനസ് ആയിരുന്നില്ല വിശാൽ ഭട്ട് സാറിന്റെ ലൈഫിൽ. അതൊരു നമ്മളിപ്പോ ഒരു ഐ ഓപ്പണിംഗ് സെഷൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ഗേറ്റ് വേ ആണ്. അതായത് ലൈഫിലേക്ക് പോകാനുള്ള ഒരു ദ്വാരം. And I feel that my journey of growth and learning, the confidence and the belief that got developed was just because of the system RCM. Till now, I have shared with you how RCM impacted me as a kid. Probably till that time, I didn't understand even 1% of RCM. This was the story till then. Sir, പറയുന്നത് പറഞ്ഞാൽ ഇപ്പം ആ ഒരു ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ജേർണിയിൽ ഏറ്റവും ഭയങ്കര ഇമ്പാക്ട് ചെയ്തൊരു സംഭവമാണ് RCM ചെറുപ്പത്തിൽ. അപ്പോൾ ആ ഒരു ജേർണിയിലെ ആ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCM അച്ഛനാണ് ചെയ്യുന്നത്, അച്ഛൻ്റെ ബിസിനസ്സാണ്, അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇത് കണ്ടു വളരുകയാണ്. പക്ഷെ ഇതൊക്കെ ആ ഒരു സമയത്ത് RCMനെ പറ്റി 1% മാത്രമേ സാർക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇനി 99% കൂടി ഇമ്പാക്ട് വരാൻ ബാക്കിയിരിക്കുന്നു. ബട്ട് അപ്പൊ തന്നെ ഇതിന്റെ ആ ഒരു സീരിയസ്നെസ്സും ആ ഒരു ഇമ്പാക്റ്റും ഓൾറെഡി ലൈഫിൽ സ്റ്റാർട്ട് ആയി തുടങ്ങി. I shared an instance about the flight, right? Law of attraction, how I got to know about it at age of when I was in 8th standard, to be precise. So